നമുക്ക് പലപ്പോഴും പലരെയും തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ വേദനയുടെ ഘട്ടങ്ങളിലാണ്. നാം ഒരു രോഗിയായി രോഗത്തിൻ്റെ കിടക്കയിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ കഴിയുന്നത് ആരാണ് നമ്മളെ യഥാർത്ഥമായി ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തി. നമ്മുടെ കരങ്ങളിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചവർ, നമ്മൾ ബലപ്പെടുത്തിയവർ, നമ്മൾ കരം കൊണ്ട് താങ്ങിയവർ, ഒരു മനുഷ്യൻ പോലും നമ്മുടെ അടുത്തേക്ക് വരണം എന്നില്ല. പക്ഷേ എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ആർക്കും ദൈവത്തിൻ്റെ മനസ്സലിവ് വളരെ വലുതാണ്, വർണ്ണിക്കാൻ കഴിയാത്തത്, ചിന്തകൾക്കപ്പുറമായത്. പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 38 വർഷക്കാലം ഒരു കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, ബെഥസ്ദാ കുളം, ആ കുളത്തിൻ്റെ കരയിൽ 38 വർഷക്കാലം കിടന്ന് ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടാത്തവനായി, ആരും തിരിഞ്ഞു നോക്കാത്തവനായി, എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, ജീവിതം എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി. എന്നാൽ യേശു അവിടെ ഇറങ്ങി വന്നു. ബെഥസ്ദാ കുളക്കരയിൽ കിടന്ന രോഗി യേശുവിൻ്റെ അടുക്കലെത്തിയില്ല, പക്ഷെ യേശു അവൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ്. നമ്മുടെ പല രോഗക്കിടക്കുകളുടെ നടുവിലും നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലെത്താൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ യേശു നമ്മുടെ അടുത്ത് വരും. യേശുവിൻ്റെ മനസ്സലിവ് അത്രയും വലുതാണ് പ്രിയരെ. അതുകൊണ്ട് ആ കർത്താവിന് എല്ലായ്പ്പോഴും മഹത്വം കൊടുക്കുന്ന ഒരു നിലവാരത്തിൽ നാം ജീവിക്കുവാൻ തയ്യാറാകണം. അവൻ്റെ കിടക്കയുടെ അരികിൽ വന്ന് അവനോട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? 38 വർഷക്കാലം അവൻ കേൾക്കാത്തൊരു ശബ്ദം അവൻ്റെ ചെവികളിൽ മുഴങ്ങുന്നു. ഒരു സന്തോഷ വാർത്ത: ഇനി ഒരിക്കലും ഞാൻ ജീവിക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഇതുവരെ കേൾക്കാത്ത, ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോകുന്നു. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് അനുഭവിക്കുന്ന കടഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് അനുഭവിക്കുന്ന വേദനാജനകമായ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രിയരെ, യേശു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ രോഗത്തിൻ്റെ കിടക്കയിൽ, നമ്മുടെ വേദനയുടെ കിടക്കയിൽ, നിന്ദയുടെ കിടക്കയിൽ, പരിഹാസത്തിൻ്റെ കിടക്കയിൽ, എല്ലാവരും അങ്ങനെ നമ്മളെ കണ്ടു മാറിപ്പോകുമ്പോൾ യേശു അത് ചുമന്നുകൊണ്ട് നമ്മുടെ കിടക്കയുടെ അരികിൽ, നമ്മൾ നിൽക്കുന്ന ഇരിപ്പിടത്തിൻ്റെ അടുത്ത് നമ്മളുടെ കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചു നിൽപ്പുണ്ട്. എന്തിനെന്നറിയോ? യേശുവിൻ്റെ മനസ്സലിവ് നമ്മളിലൂടെ ഒന്ന് പുറത്തു വരാൻ, യേശുവിൻ്റെ മനസ്സലിവ് ലോകം കാണുവാൻ. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നാം ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ മനസ്സലിവ് വളരെ വലുതാണ്, വളരെ വലുതാണ്. ആ മനസ്സലിവ് ദൈവസന്നിധിയിൽ അനേകർക്ക് വിടുതലായി മാറട്ടെ. അനേകരുടെ കടഭാരങ്ങൾ മാറ്റുവാൻ നമുക്കൊന്നും ഒരു വഴിയും കാണത്തില്ല. പ്രവാചകൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ മഴ കാണില്ല, താഴ്വരയിൽ കുഴികളെ കുഴിക്കുവിൻ, കാറ്റ് കാണത്തില്ല, പക്ഷേ നിങ്ങൾക്കാവശ്യമായത് നിറയ്ക്കാൻ കഴിവുള്ളൊരു ദൈവം, ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തോട് പറയുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
നീ അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥത്തിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? ഇന്ന് വേഗത്തിൽ ആ കർത്താവിൻ്റെ പാദപീഠത്തോട് ചേർന്ന് അഭയം പ്രാപിച്ചു പറയാം, യെസ് ലോർഡ്, യെസ്, എനിക്ക് മനസ്സുണ്ട്. കർത്താവ് നമ്മെ തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.